ശരിക്കും ഒരു പുതിയ മൊബൈൽ ഡിവൈസ് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്ന് പറയുന്നത് നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹാർഡ്വെയർ കമ്പോണൻറ്റും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ AR സപ്പോർട്ടീവായിട്ട് വരും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മേജർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ക്യാമറ വന്നു, ഇനീഷ്യലി ബാക്ക് ക്യാമറ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വേർഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ SDK വേർഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ SDK എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. അതായത് ആ മൊബൈൽ ഡിവൈസസിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡ് ടു എൻഡ് കാര്യങ്ങൾ. അതിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും, അതേപോലെ അതിൻ്റെ IDE, അതിൻ്റെ ഫ്രെയിം വർക്ക്സ്, പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ SDK എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ SDK എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർ ആ OS ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ അതിലിപ്പോൾ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ SDKയിൽ അതിൻ്റെ APIs നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. പബ്ലിക്കലി നമുക്ക് അവൈലബിൾ ആക്കണം. മനസ്സിലായി? അതാണ് അതിലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോയിസ് റെക്കോർഡിങ്ങും കാര്യങ്ങൾ, കോൾ റെക്കോർഡിങ്ങും ഒക്കെ ചെയ്യും. iOS നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ iOS അവർ അതിൻ്റെ SDKയിൽ നമുക്ക് അതിൻ്റെ പ്രിവിലേജ് അല്ലെങ്കിൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ബ്ലൂടൂത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ അവർ ഓരോ ലൈബ്രറീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ SDK എന്ന് പറയുന്നത്. ഒരു കളക്ഷൻ ഓഫ് ലൈബ്രറീസ് ആയിരിക്കും. അതേപോലെ അതിലെ UI എലമെൻറ്റ്സ് നമ്മളിപ്പോൾ കോൺടാക്ട്സ് ലിസ്റ്റ് ആയിട്ടല്ലേ കാണുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് അതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസ്, അതേപോലെ ബട്ടൺസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ UI കിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ അഡ്രസ് ബുക്ക് എന്നാണ് നമ്മൾ ശരിക്കും കോൺടാക്ട്സിന് ആക്സസ് ചെയ്യാല്ല നമ്മുടെ ലൈബ്രറി. ഇപ്പോൾ വാട്സാപ്പിൽ നമ്മളൊരു അഡ്രസ്സ് നമുക്കൊരു കോൺടാക്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് ബുക്കിൽ സേവ് ആവും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അത് ആപ്പിൾ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ തന്നുകൊണ്ടാണ്. നമ്മളിപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ആ SDKയിൽ അതിൻ്റെ പ്രൊവിഷൻ തന്നുകൊണ്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും അവർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കുന്നത് പബ്ലിക് യൂസേഴ്സിന്. സിമിലർ വേ അതേ വേർഷനിൽ വരുന്ന അതിൽ SDKയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ SDK വേർഷനിൽ ആ OS നമുക്ക് ഡെവലപ്പേഴ്സിന് എന്തൊക്കെ ആക്സസിബിൾ ആണ്, ഡിവൈസിൽ എന്തൊക്കെ ഹാർഡ്വെയർസ് നമുക്ക് ആക്സസിബിൾ ആണ്, അതേപോലെ അതിലെ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻസ് എന്തൊക്കെ നമുക്ക് ആക്സസിബിൾ ആണ്. ഇതാണ് ശരിക്കും SDK എന്ന് പറയുന്നത്.